ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി പകൽ വാർത്ത തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ. എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറി, 85 അംഗ കേന്ദ്ര കമ്മിറ്റി, 3 മലയാളി പുതുമുഖങ്ങൾ. ബേബി CPM ജനറൽ സെക്രട്ടറിയാകുന്ന 3ാമത്തെ മലയാളി. പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ്. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസ്താവനയിൽ പോര് തുടരുന്നു. പറഞ്ഞത് മലപ്പുറത്തെ ഈഴവ സമുദായാംഗങ്ങളുടെ പിന്നാക്കാവസ്ഥയെന്ന വിശദീകരണം. ലീഗിന് മതേതരത്വം വാക്കുകളിൽ മാത്രം, പറഞ്ഞതിൽ ഒരു വാക്കുപോലും തിരിച്ചെടുക്കില്ലെന്നും വെള്ളാപ്പള്ളി. പ്രസ്താവന തള്ളി CPM-ഉം ലീഗും, വിമർശിച്ച് മുഖപ്രസംഗവുമായി സമസ്ത മുഖപത്രം. പിന്തുണയുമായി വി മുരളീധരനും കെ സുരേന്ദ്രൻ. മലപ്പുറത്ത് മതപ്രഭാഷകന്റെ ഭാര്യ പ്രസവത്തിനിടെ മരിച്ചതിൽ ദുരൂഹത. പ്രസവ വേദന വന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അക്യുപങ്ക്ചർ ചികിത്സ നൽകി. മരിച്ചത് സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യ. പരാതിയുമായി യുവതിയുടെ കുടുംബം. കുഞ്ഞിന്റെ നില തൃപ്തികരം. വഖഫ് നിയമ ഭേദഗതിയുടെ ചുവട് പിടിച്ച മുനമ്പത്ത് തുടർ രാഷ്ട്രീയ നീക്കത്തിന് BJP. താങ്ക് യു മോദി ക്യാമ്പയിൻ തുടങ്ങും. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പങ്കെടുക്കും. രാഷ്ട്രപതി ഒപ്പിട്ടതോടെ വഖഫ് ബിൽ നിയമമായി. പൃഥ്വിരാജിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ലൂസിഫർ, മരക്കാർ സിനിമകളുടെ കണക്കുകൾ ബോധിപ്പിക്കണം. ഗോകുലം ഗോപാലന്റെ മൊഴി വീണ്ടും എടുത്തേക്കും. പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുകാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പണം തട്ടൽ കുറ്റങ്ങൾ ചുമത്തി. സുകാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെ. തെരച്ചിൽ കേരളത്തിന് പുറത്തേക്കും. നയിക്കാൻ ബേബി സഖാവ്. എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറി. പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചു. പുത്തലത്ത് ദിനേശൻ കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം പിടിച്ചു. PK ശ്രീമതിയും മുഹമ്മദ് യൂസഫ് തരിഗാമിയും കേന്ദ്ര കമ്മിറ്റിയിൽ തുടർന്നേക്കും. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, എം.എ. ബേബിയെ സെക്രട്ടറിയാക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കേന്ദ്ര കമ്മിറ്റിയുടെ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എം.എ. ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസാണ് ബേബിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 3 പുതുമുഖങ്ങൾ കേരളത്തിൽ നിന്ന് എത്തുന്നു. അവരുടെ പേര് ഇപ്രകാരമാണ്. TP രാമകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമാണ്. ഇടതുമുന്നണിയുടെ കൺവീനറാണ്. MLA ആണ്. TP രാമകൃഷ്ണനെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റൊന്ന് K സലീഗയാണ്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗം, ഷൊർണൂർ മുൻ MLA, പാലക്കാട് എന്നുള്ള നേതാവ്, വനിതാ പ്രാതിനിധ്യമായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നു. മറ്റൊരാൾ പുത്തലത്ത് ദിനേശനാണ്. CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനിയുടെ ചുമതലയുണ്ടായിരുന്ന ആളാണ് പുത്തലത്ത് ദിനേശൻ. SFIയുടെ മുൻ സംസ്ഥാന ഭാരവാഹി. പുത്തലത്ത് ദിനേശനും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുകയാണ്. മറ്റ് 18 പേരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പുതുതായി എത്തുന്നത്. അവരുടെ പേരുകൾ ഇപ്രകാരമാണ്: അനുരാഗ് സക്സേന, HI ഭട്ട്, പ്രേംചന്ദ്, സഞ്ജയ് ചൌഹാൻ, K പ്രകാശ്, TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, K സലീഖ, അജിത് നവാലെ, വിനോദ് നിക്കോളെ, സുരേഷ്, കിഷൻ പരീഖ്, N ഗുണശേഖരൻ, ജോൺ വെസ്ലി, S വീരയ്യ, ദേവപ്രത ഘോഷ്, സയ്യദ് ഹുസൈൻ, കനയ്യ ഘോഷ്, മീനാക്ഷി മുഖർജി. ഇങ്ങനെ 15 പേരാണ് CPM-ന്റെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി എത്തുന്നവർ. 15 പുതുമുഖങ്ങൾ എത്തുന്നു. PK ശ്രീമതിക്ക് ഇളവ് നൽകുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. PK ശ്രീമതിക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. 7 പ്രത്യേക ക്ഷണിതാക്കൾ കേന്ദ്ര കമ്മിറ്റി ഉണ്ടാകും. അവർ നേരത്തെ പൊളിറ്റ് ബ്യൂറോയിൽ ഒഴിയുന്ന മണിക് സർക്കാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, S രാമേന്ദ്രൻ പിള്ളൈ, അദ്ദേഹം നേരത്തെ ക്ഷണിതാവാണ്, ബിമൻ ബസു, ഹന്നൻ മൊള്ള. ഈ 7 പേരാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാവുക. അതായത് പ്രായപരിധി മന്ത്രിയുടെ മറ്റും പേരിൽ ഒഴിവാകുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ CPM നിലനിർത്തുന്നു. അവരെ CPM-ന്റെ ക്ഷണിതാക്കളായി, കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളായി നിലനിർത്തുകയാണ് CPM ചെയ്യുന്നത്.
ഒരു 85 അംഗ കേന്ദ്ര കമ്മിറ്റി അതിലൊരു സ്ഥാനം ഒഴിച്ചിടുന്നു. രാജേന്ദ്ര സിംഗ് നേഗി തുടരുന്നു, ടി ജ്യോതി, രമാദേവി, കെ ബാലഭാരതി, ലോകനാഥൻ, കൃഷ്ണ രക്ഷിത്, രത്തൻ ഭൗമിക്, നരേഷ്, ജമൈത്ത, മനേക് ഡേ തുടങ്ങി 84 അംഗ കേന്ദ്ര കമ്മിറ്റി അതിൽ 85ാമത്തെ സ്ഥാനമാണ് ഒഴിച്ചിടുന്നത്. അതായത് നേരത്തെ 85 അംഗ കേന്ദ്ര കമ്മിറ്റിയായിരുന്നു. ഒരു ഒഴിവ് കൂടി കേന്ദ്ര കമ്മിറ്റി എടുത്തു. മറ്റാരെങ്കിലും ഒരുപക്ഷെ പിന്നീട് ഉൾപ്പെടുത്തുക ലക്ഷ്യമിട്ടാകാം ഈ ഒരു തീരുമാനം CPM കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മുഹമ്മദ് റിയാസ് കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട നേതാവാണ്. മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തുന്നില്ല. മറ്റൊരു മന്ത്രി MP രാജേഷ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടയാളാണ്. MP രാജേഷിനെയും ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ മന്ത്രിമാരെ ആരെയും ഈ കേന്ദ്ര കമ്മിറ്റി പുതുതായി ഉൾപ്പെടുത്തുന്നില്ല. പകരം TP രാമകൃഷ്ണൻ, അദ്ദേഹം 75 വയസ്സ് അടുത്ത മാസമാകുന്ന നേതാവാണ്. 75 വയസ്സ് അടുക്കുന്ന നേതാവാണ്. അദ്ദേഹം ഇടതുമുന്നണി കൺവീനറായതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചുമതല സംസ്ഥാനം നിർവഹിക്കുന്ന നേതാവ്. അദ്ദേഹം CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഉണ്ടാകണമെന്ന് പാർട്ടി തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് TP രാമകൃഷ്ണൻ കടന്നു വരുന്നത്. പുത്ര ദിനേശൻ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. ഒരുപക്ഷെ ഇനി അടുത്ത CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് സംസ്ഥാന സെന്ററായി പ്രവർത്തിക്കാൻ പോകുന്ന നേതാവ് കൂടി അദ്ദേഹത്തെയും കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടുത്തുകയാണ് CPM. മറ്റൊന്ന് KS സലീഖയാണ്, ഷൊർണൂരിൽ നിന്നുള്ള നേതാവ്, പാലക്കാട് നിന്നുള്ള നേതാവ്, ഷൊർണൂർ മുൻ MLA സലീഖയെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നു. PK ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റി തുടരാൻ അനുവദിക്കുന്നുണ്ട്. അതിന് കാരണം അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. വളരെ പ്രധാനപ്പെട്ട പദവി തുടരുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അവരും ആ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അക്കൗണ്ടിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. 75 വയസ്സ് പിന്നിട്ട നേതാവാണ്, മുൻ മന്ത്രി കൂടിയായ PK ശ്രീമതി. അവർ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. MA ബേബി ജനറൽ സെക്രട്ടറി ആകും. PBയിലേക്ക് മറ്റാരെങ്കിലും കേരളത്തിൽ നിന്ന് മറ്റു പേരുകൾ കൂടി പറഞ്ഞു കേട്ടിരുന്നു. ആ വിശദാംശങ്ങൾ ഇതിൽ ലഭ്യമാകേണ്ടതുണ്ട്. EP ജയരാജനോ അതുപോലെ തന്നെ KK ശൈലജയൊക്കെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അതിൽ ഇനിയാണ് വ്യക്തത വരേണ്ടത്. ഏതായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട നേതാക്കളെ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. MABയുടെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. അല്പസമയത്തിനകം പുതിയ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്താനാണ് സാധ്യത. MABയുടെ പേര് ഒരു എതിർപ്പുകളൊക്കെ ആദ്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു വോട്ടെടുപ്പിലേക്ക് പോകണ്ട എന്ന് ബംഗാൾ ഘടകം തീരുമാനിക്കുകയായിരുന്നു. ഏകകണ്ഠമായാണ് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയുമോ? എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. നേരത്തെ പൊളിറ്റ് ബ്യൂറോയിലാണ് ഒരു അഭിപ്രായ വ്യത്യാസം വന്നത്, അഭിപ്രായ ഭിന്നത വന്നത്. MABയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനോട് ബംഗാൾ ഘടകം വിയോജിച്ചു. അശോക് ധാവളെ വിയോജിച്ചു. ബംഗാൾ ഘടകത്തിലെ പ്രധാനപ്പെട്ട വാദം ഒരു നോൺ ഫേസ് രാജ്യതലത്തിൽ തന്നെ ദേശീയതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നനായ ആ രീതിയിൽ ജനങ്ങൾക്കും രാജ്യത്തിനും പരിചയമുള്ള നേതാവ് ജനറൽ സെക്രട്ടറി ആകട്ടെ, അതിലെ സീതാറാം യെച്ചൂരിക്ക് പകരക്കാരൻ അങ്ങനെ ഒരാളല്ലേ വരേണ്ടുന്ന ചർച്ചയാണ് ബംഗാൾ ഘടകം മുന്നോട്ട് വച്ചത്. പക്ഷേ അതിന് അംഗീകാരം കിട്ടിയില്ല. കേരള ഘടകം പൂർണ്ണമായും MA ബേബി എന്ന നേതാവിന് പിന്നിൽ ആണെന്നിരുന്നു. നമുക്കറിയാം ഏറ്റവും അധികം പാർട്ടി അംഗസംഖ്യയുള്ള ഏറ്റവും അധികം ശക്തിയുള്ള ഏക സംസ്ഥാനം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. CPM സംസ്ഥാനം കേരളമാണ്. അങ്ങനെ കേരളത്തിന് വലിയ പ്രാതിനിധ്യം ഈ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്, പൊളിറ്റ് ബ്യൂറോ തീരുമാനങ്ങളിലുണ്ട്. അതുതന്നെയാണ് നടപ്പായത്. MA ബേബിക്ക് പിന്നാലെ കേരള നേതൃത്വം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അണിനിരുന്നതോടുകൂടി ബേബി EMSന്റെ പിൻഗാമിയായി കേരളത്തിലെ ഒരു മുഴുവൻ മലയാളി എന്ന് പറയാവുന്ന ഒരാൾ CPMന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുകയാണ്. ദേശീയതലത്തിൽ പ്രവർത്തിച്ച് വലിയ പരിചയമുള്ള നേതാവ്, വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഏതാണ്ട് 24 വയസ്സ് മുതൽ ദേശീയതലത്തിൽ പ്രവർത്തിച്ചു വന്ന നേതാവ്, പതിറ്റാണ്ടുകൾ ഡൽഹി തട്ടകമാക്കിയ നേതാവ്. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചു. വിഭാഗീയതയെ തുടർന്ന് വലിയ പ്രശ്നമുണ്ടായ ആലപ്പുഴ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിച്ചു. 2 തവണ കുണ്ടറയിൽ നിന്ന് MLA ആയി. 2006 VS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു. അത് പാളിപ്പോയി എന്നുള്ളത് പിന്നീട് വസ്തുതയാണ്. വിദ്യാഭ്യാസ നിയമമടക്കം കൊണ്ടുവന്നു. മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സഭകൾക്കെതിരെ വലിയ എതിർപ്പിന് അദ്ദേഹത്തിന് എതിർപ്പിന് കാരണമായി. എങ്കിലും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. സാംസ്കാരിക നിറസാന്നിധ്യമായിരുന്നു MA ബേബി. സ്വരലയ രൂപീകരിച്ച് ദില്ലിയിൽ പ്രവർത്തിക്കുമ്പോഴും അതിനുശേഷം കേരളത്തിലുമൊക്കെ സാംസ്കാരിക രംഗത്തെ ഒരു സജീവ സാന്നിധ്യം കൂടിയാണ് MA ബേബി. ദേശീയ തലത്തിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി പോലും അടുത്ത ബന്ധം പുലർത്തിയ നേതാവ്. ക്യൂബയുമായും ഫിഡൽ കാസ്ട്രോയുമായും ഒക്കെ അടുപ്പം പുലർത്തിയിരുന്ന നേതാവ്. അത്തരത്തിൽ ദേശീയ തലത്തിന് അപ്പുറത്തേക്ക് കൂടി
പ്രത്യേകിച്ചും അദ്ദേഹം യുവാവായിരിക്കുമ്പോഴും മറ്റും ക്യൂബയിലുമൊക്കെ നിരന്തരം ഇന്ത്യയിലെ യുവപ്രാതിനിധ്യമായി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതാവായിരിക്കുമ്പോഴും ഒക്കെ അങ്ങനെ അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ്. അത്തരം ഒരാൾ CPM-ന്റെ ദേശീയ നേതൃതലത്തിലേക്ക് വരികയാണ്, നേതൃത്വത്തിലേക്ക് വരികയാണ്. CPM വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടം നമുക്കറിയാം. സംഘടനാ റിപ്പോർട്ടിൽ പോലും പാർട്ടിയുടെ വളർച്ചയല്ല തളർച്ചയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കേരളം ഒഴികെ മറ്റൊരിടത്തും പാർട്ടിക്ക് മുന്നേറാനാകുന്നില്ല. കേരളത്തിൽ പോലും പാർട്ടിയുടെ അംഗത്വത്തിൽ കുറവ് വരുന്നു, കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു. ദേശീയതലത്തിൽ കേരളത്തിൽ മാത്രമായി പാർട്ടി ചുരുങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു. ത്രിപുരയിൽ പാർട്ടിക്ക് പ്രതീക്ഷ ഇനിയുമുണ്ടെങ്കിലും ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്ന് തിരിച്ചു വരാനാകുമെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടി പോകുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് പാർട്ടിയെ നയിക്കാൻ MA ബേബി എത്തുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അരുൺ, അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചെത്താം. എന്തായാലും MA ബേബി, കേരളത്തിൽ നിന്നുള്ള MA ബേബി CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നു, ജനറൽ സെക്രട്ടറി ആകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പുതിയ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 3 അംഗങ്ങൾ, കേരളത്തിൽ നിന്ന് പുതിയതായി 3 അംഗങ്ങളാണ് എത്തുന്നത്. പുത്തലത്ത് ദിനേശൻ, KS സലീഖ, ഒപ്പം TP രാമകൃഷ്ണൻ. മറ്റ് വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് പോകാം. ഇനി CPM-ലെ മുതിർന്ന നേതാക്കളുടെ നിരയിൽ പ്രായം കൊണ്ട് അല്പം പിന്നിലെങ്കിലും പാർട്ടി പദവിയിൽ മോസ്റ്റ് സീനിയർ നിരയിലാണ് MA ബേബി ഉള്ളത്. 36 വർഷം മുൻപ് 1989-ൽ തിരുവനന്തപുരത്ത് നടന്ന 13ാം പാർട്ടി കോൺഗ്രസിൽ MA ബേബി കേന്ദ്ര കമ്മിറ്റിയിലെത്തുമ്പോൾ പ്രായം 35 വയസ്സ് മാത്രമാണ്. പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നതിന് 1 പതിറ്റാണ്ട് മുൻപേ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ നേതാവാണ് ബേബി. P. സുന്ദരയ്യ, EMS നമ്പൂതിരിപ്പാട്, ഹർകിഷൻ സിംഗ് സുർജിത്ത്, പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി. CPM ജനറൽ സെക്രട്ടറിമാരുടെ നിരയിൽ 6ാമനായി MA ബേബി. പാർട്ടിയിൽ 1ാം സ്ഥാനക്കാരനാവുന്ന 3ാമത്തെ മലയാളി. സമരതീക്ഷ്ണമായ നാളുകളിൽ SFI അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിലെത്തുമ്പോൾ പ്രായം 24. 1984-ൽ MA ബേബി SFI അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിൻഗാമിയായത് 1 വയസ്സിനെളുപ്പമുള്ള സീതാറാം യെച്ചൂരി. ഇപ്പോൾ തിരിച്ച് സീതാറാമിന്റെ പിൻഗാമിയായി ബേബി. കേരളത്തിൽ നിന്ന് EMS-നു ശേഷം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഇടതുമുഖമായിരുന്നു ബേബി. അതും 30 വയസ്സിനു മുമ്പ്. ഇടതിന്റെ ദേശീയ മുഖമായി നിന്ന വീറുള്ള ചെറുപ്പക്കാരൻ. ബസവ പുന്നയ്യ, EMS, ഹർകിഷൻ സിംഗ് സുർജിത്ത്, ജ്യോതി ബസു, കമ്മ്യൂണിസ്റ്റ് ഇതിഹാസ നായകരുടെ കളരിയിൽ പ്രവർത്തന പരിചയം. പ്രത്യയശാസ്ത്രത്തിൽ സാക്ഷാൽ EMS-നോടും തർക്കിച്ച യുവ തുർക്കി. 80കളുടെ തുടക്കം മുതൽ ഡൽഹിയായിരുന്നു മുഖ്യ പ്രവർത്തന മേഖല. 1986-ൽ രാജ്യസഭയിലെ ഇളമുറക്കാരനായി എത്തുമ്പോൾ പ്രായം 32. 2 തവണയായി 98 വരെ രാജ്യസഭാംഗം. 87-ൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ്. 1998-ൽ CPM സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗം. പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും PB-യിലെത്താൻ നീണ്ട 23 വർഷമെടുത്തു. കേരളത്തിലെ പാർട്ടിയിൽ CATU VS പോരിന്റെ കാലത്ത് CATU നേതാക്കളെ വോട്ടെടുപ്പിൽ വീഴ്ത്തിയ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിക്കൊപ്പം VS-ന്റെ വലംകൈയായി നിന്നു. പിന്നീട് VS-യുമായി അകന്നെങ്കിലും പാർട്ടി ചേരിതിരിവിൽ ഏതെങ്കിലും ഉറച്ച പക്ഷക്കാരനെന്ന ലേബലകറ്റാൻ ബേബി പ്രത്യേകം ശ്രദ്ധിച്ചു. 2008-ലെ കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ PB-യിലേക്ക് ബേബിക്ക് പകരം ജൂനിയറായ കോടിയേരിയുടെ പേര് പ്രകാശ് നിർദ്ദേശിക്കുമ്പോൾ VS-ഉം പിണറായിയും യോജിക്കാനുള്ള കാരണവും ഇതാവണം. 2006-ലും 2011-ലും കുണ്ടറയിൽ നിന്നും നിയമസഭാംഗം. VS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി. 2014-ൽ ലോക്സഭാ മത്സരത്തിൽ കാലിടറിയതോടെ പാർലമെന്ററി ജീവിതം അവസാനിപ്പിച്ചു. രാഷ്ട്രീയ നേതാക്കളിൽ വ്യത്യസ്തനാണ് MA ബേബി. ഇടക്കാലത്ത് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ചുമതല ബേബിക്കായിരുന്നു. ഈ സമയത്താണ് പ്രശസ്ത മൃദംഗ വിദ്വാൻ ഉമയാൾപുരം K. ശിവരാമൻ ആലപ്പുഴ SD ഹൈസ്കൂളിൽ എത്തുന്നത്. സംഗീതത്തിൽ അഗാധ ജ്ഞാനമുള്ളവരുടെ സദസ്. ഒരു മൂലയ്ക്ക് ബേബിയും. വേദിയിലിരുന്ന ബേബിയെ കണ്ട ഉമയാൾപുരം നേരെ വേദിയിലേക്ക് ക്ഷണിച്ചു. താനും സംഗീതവും ബേബിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു പിന്നീട് ഉമയാൾപുരം സംസാരിച്ചതത്രയും. രവിശങ്കർ മുതൽ സക്കീർ ഹുസൈനും MF ഹുസൈനും വരെ സംഗീതത്താലും ചിത്രകലയാലും ലോകത്തെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭകളുമായുള്ള അടുത്ത ചങ്ങാത്തം.
സംഗീതത്തിലും ചിത്രകലയിലും സാഹിത്യത്തിലുമുള്ള അപാരവും അത്യഗാധവുമായ അറിവ്. സ്വരലയ്ക്ക് പിന്നിലും ഈ സംഗീത സാഹിത്യ സ്നേഹമായിരുന്നു. മകൻ അശോക് പ്രശസ്ത ഗിത്താറിസ്റ്റായി മാറിയതിലും ബേബി എന്ന അച്ഛൻ തുറന്നു നൽകിയ സംഗീത പ്രണയമുണ്ട്. കഠിന വ്യവസ്ഥകളോടെയാണ് പ്രണയം തുറന്നു പറഞ്ഞതെന്നും അവധാനതയോടെ മറുപടി പറയണം എന്നൊക്കെ പ്രണയിനിയോട് അന്നേ പറഞ്ഞയാളാണ് ബേബി എന്നും പിന്നീട് വെളിപ്പെടുത്തിയത് ജീവിത പങ്കാളി ബെറ്റിയാണ്. കൊല്ലം ജില്ലയിലെ പ്രാക്കുളമാണ് സ്വദേശം. അധ്യാപകനായിരുന്ന PM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും മകനായി ജനനം 1954 ഏപ്രിൽ 5-ന്. കൊല്ലംകാരുടെ സ്വന്തം NS എന്ന N ശ്രീധരൻ കണ്ടെത്തിയ ചെറുപ്പക്കാരൻ. SFIയിൽ തുടങ്ങി പാർട്ടി പടികൾ ഒന്നൊന്നായി കയറുമ്പോഴും നിറചിരിയും സൗമ്യഭാഷണവും പ്രത്യയശാസ്ത്ര വ്യക്തതയും മൂർച്ചയും കൈവിടാത്ത ബേബി ഇനി ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ മുഖം. പ്രകാശിനും സീതാറാമിനുമപ്പുറം EMSനെയും സുർജിത്തിനെയും പോലെ പ്രായോഗിക രാഷ്ട്രീയ വഴികൾ കടന്നുവന്ന അനുഭവ പരിചയമുള്ള ജനറൽ സെക്രട്ടറി. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. രാമേശ്വരം ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2.2 കിലോമീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. വിവരങ്ങളുമായി ഷംന, പാമ്പൻ പാലം എപ്പോഴും കരുത്തിന്റെ പ്രതീകമായിട്ടൊക്കെയാണ് പറയാറ്. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ, രാമേശ്വരത്തേക്കുള്ള കണക്ടിവിറ്റി, അങ്ങനെ എല്ലാം കൊണ്ടും രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടുകയാണ്. എങ്ങനെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ? പോലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യം കൂടിയുള്ള ഒരു പാലമാണ് പാമ്പൻ പാലം എന്നുള്ളത്. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നാടിനു വേണ്ടി സമർപ്പിച്ചത്. ആദ്യം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചായിരുന്നു പാലം ഉദ്ഘാടനം ചെയ്തത്. ഈ നേരത്തെ പാലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേരത്തെയുള്ള ഈ പാമ്പൻ പാലം എന്നത് ഈ രണ്ട് പാലങ്ങൾ അത് വേർപെട്ട് ഉയർന്ന തരത്തിലായിരുന്നു. എന്നാൽ പുതിയ പാലം അങ്ങനെയല്ല, ഒരു ഭാഗം മാത്രം മുകളിലേക്ക് ഉയരുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. റിമോട്ട് ഉപയോഗിച്ച് ആദ്യം അതിന്റെ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം ഈ പാലത്തിലൂടെയുള്ള ആദ്യ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. അല്പസമയത്തിന് ഉള്ളിൽ തന്നെ ഇനി ജനങ്ങളുമായി മോദി അഭിസംബോധന നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാജ്യമൊന്നാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു ഇനാഗുറേഷൻ തന്നെയായിരുന്നു പാമ്പൻ പാലത്തിൻ്റെത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ടിലധികമായി ഉള്ള ഒരു അടയാളപ്പെടുത്തൽ എന്നുകൂടി പറയാം. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലമായിരുന്നു. ഈ പുതിയ പാലം നിലവിൽ വരുമ്പോൾ ഇത് 17 മീറ്ററോളമാണ് ഈ പാലം ഉയർന്നത്. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾക്ക് വരെ സുഗമമായി തന്നെ പോവാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം. ഒപ്പം തന്നെ 535 കോടിയാണ് ഈ നിർമ്മാണ ചെലവ്. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയർമാരാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ. 2019 ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. അതിനുശേഷം ഒക്ടോബറിൽ തന്നെ ഈ പാലത്തിന്റെ പണി ഏകദേശം പൂർത്തിയായിരുന്നു. പിന്നീട് സുരക്ഷാ ക്രമീകരണങ്ങൾ അതിൻ്റെ ഒക്കെ കൂടുതൽ ഉറപ്പുവരുത്താൻ വേണ്ടി, സുരക്ഷ ഉറപ്പുവരുത്തുന്നതും അടക്കമുള്ള അതിനുവേണ്ടിയാണ് പിന്നീട് ഇത്രയും കാത്തുനിന്നത്. എന്തായാലും ഇപ്പോൾ നാടിന് സമർപ്പിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഈ 2.08 കിലോമീറ്ററാണ് ഈ പാലത്തിന്റെ നീളം. 99 തൂണുകളുണ്ട്. ഈ പാലം ഉയർന്ന് പിന്നീടുള്ള ആ പ്രോസസ്സുകൾക്ക് ആകെ 5 മിനിറ്റ് മാത്രമേ എടുക്കുന്നു എന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. കാരണം പാലം
ഉയർത്താൻ 3 മിനിറ്റ്, അതിനുശേഷം ഈ കപ്പലുകളും മറ്റും പോയതിനു ശേഷം പാലം താഴാൻ 2 മിനിറ്റ്, അങ്ങനെ ആകെ ഈ പ്രോസസ്സുകൾക്ക് ആവശ്യമുള്ളത് 5 മിനിറ്റ് മാത്രമുള്ളൂ. അതായത് അതിവേഗം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഈ നിർമ്മാണത്തെക്കുറിച്ച്, കാരണം ഒരുപാട് എഞ്ചിനീയറിംഗ് വൈവിധ്യങ്ങൾ കൂടിയാണ് ഈ പുതിയ പാലത്തിൽ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറെ പ്രാധാന്യമുള്ളതും ആവുന്നത്. രാജ്യത്തിൻ്റെ ആദ്യത്തെ ഈ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ് പാമ്പൻ പാലം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പാലത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടക്കം പ്രധാനമന്ത്രി മോദി തന്നെ ജനങ്ങളുമായി സംവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മലപ്പുറത്തെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. സമസ്ത മുഖപ്രസംഗം എഴുതിയപ്പോൾ പരാമർശം തള്ളി CPM-ഉം ലീഗും രംഗത്ത് വന്നു. എന്നാൽ പ്രസംഗം അടർത്തിയെടുത്ത് വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു എന്ന് ഇന്ന് വെള്ളാപ്പള്ളി വിശദീകരിച്ചു. വെള്ളാപ്പള്ളിക്ക് പ്രതിരോധവുമായി BJP-യും രംഗത്തെത്തി. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞത് വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത്. മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് പറയാൻ കഴിയില്ല. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണ് താൻ പറയാൻ ശ്രമിച്ചത്. അതിനെ മറ്റൊരു വിധത്തിൽ പ്രചരിപ്പിക്കുകയാണെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു. പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. ഫ്രം കണിച്ചുകുളങ്ങര ടു നാഗ്പൂർ എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനോട് മത്സരിക്കുന്നുവെന്നാണ് വിമർശനം. വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണീയരെ നാഗ്പൂരിലെ കാവ്യരാഷ്ട്രീയത്തിന്റെ ഗുഹാമുഖത്തേക്ക് ആട്ടിത്തെളിക്കുകയാണെന്നും സുപ്രഭാതം വിമർശിച്ചു. ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെല്ലാം എതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നതെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. മുസ്ലിം ലീഗും CPM-ഉം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന തള്ളി. അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത്. കാരണം ഒരു ചലനവുമില്ല, ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര. മലപ്പുറം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തുരുത്തായിട്ട് കണ്ട് അതിനെ അധിക്ഷേപിക്കുകയോ അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം വർഗീയത കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നില്ല പറഞ്ഞത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് BJP. ഈ OBC റിസർവേഷൻ ഇഴുവ കമ്മ്യൂണിറ്റീസും മറ്റേ OBC കമ്മ്യൂണിറ്റീസും വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്. അത് ആരും ബാക്ക് ഡോർ കൂടെയോ ഒരു മതം ബേസ്ഡ് റിസർവേഷൻ ആക്കാൻ ശ്രമിക്കാൻ പാടില്ല. അതിന് ഞങ്ങൾ ഓപ്പോസ് ചെയ്യും. വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദമില്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം ചട്ടിപ്പറമ്പിൽ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ പ്രസവ ശുശ്രൂഷ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ പരാതിയുമായി യുവതിയുടെ വീട്ടുകാർ. പെരുമ്പാവൂർ പോലീസിലാണ് പരാതി നൽകിയത്. 5ാമത്തെ പ്രസവത്തിലാണ് പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിനി അസ്മ മരിച്ചത്. മതപ്രഭാഷകനായ സിറാജുദ്ദീൻ ലത്തീഫിയാണ് ഇവരുടെ ഭർത്താവ്. മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടിലായിരുന്നു പ്രസവം. അസ്മയുടെ മൃതദേഹം പെട്ടെന്ന് തന്നെ പെരുമ്പാവൂരിലെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു. ഖബറടക്കത്തിന് നിർബന്ധിച്ചെങ്കിലും വീട്ടുകാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് തടയുകയായിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്തു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകളാണ് പുതുതായി ചുമത്തിയത്. പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് സുഗാന്തിനെതിരെയുള്ള പോലീസ് നടപടി. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ചൂഷണം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകളും ചേർത്തു. യുവതിയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയത് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വ്യാജ വിവാഹരേഖ തയ്യാറാക്കിയാണ് ഗർഭഛിദ്രം നടത്തിയത്. ഈ ക്ഷണക്കത്തും കണ്ടെടുത്തിരുന്നു. യുവതിയുടെ അക്കൌണ്ടിൽ നിന്ന് 3.5 ലക്ഷത്തോളം രൂപയാണ് സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് എത്തിയത്. പ്രതിക്ക് IBയിലെ തന്നെ ജീവനക്കാരായ മറ്റ് യുവതികളുമായും അടുപ്പമുണ്ടായിരുന്നുവെന്ന കണ്ടെത്തലുമുണ്ട്. ഇതിൽ ഒരു പെൺസുഹൃത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മറ്റ് സഹപ്രവർത്തകരുടെ മൊഴികളും അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24-നാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ പത്തനംതിട്ട സ്വദേശിയായ പെൺകുട്ടിയെ കണ്ടെത്തിയത്. വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പ്രതി പിന്മാറിയതാണ് പെൺകുട്ടിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്. വിവാഹം കഴിക്കാനാവില്ലെന്ന് കാട്ടി പ്രതി പെൺകുട്ടിയുടെ അമ്മയ്ക്കയച്ച സന്ദേശവും അന്വേഷണത്തിന്റെ ഭാഗമായുണ്ട്. പ്രതിക്കായുള്ള തിരച്ചിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. 2 സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാണ് ആദായനികുതി വകുപ്പിന്റെ ആവശ്യം. നോട്ടീസ് നൽകിയത് സാധാരണ നടപടിയാണെന്നും എമ്പുരാൻ സിനിമയുമായി ഇതിന് ബന്ധമില്ല എന്നുമാണ് ആദായനികുതി അധികൃതരുടെ വിശദീകരണം. അതേസമയം സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തേക്കും. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാണ് ആദായനികുതി വകുപ്പ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റും അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അന്വേഷണം. മോഹൻലാലിനെ വിദേശത്ത് വെച്ച് പണം കൈമാറിയതിലും വ്യക്തത തേടിയിട്ടുണ്ട്. ഈ മാസം അവസാനത്തിനുള്ളിൽ കൃത്യമായ വിശദീകരണം നൽകണം. 2022 കേരളത്തിലെ പ്രധാന സിനിമാ നിർമ്മാതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ആദായനികുതി വകുപ്പിന്റെ തന്നെ വിശദീകരണം. അന്ന് ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് ഫിലിംസ്, ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ പ്രൊഡക്ഷൻസ്, ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. അതേസമയം സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ കണ്ടെടുത്ത രേഖകളുടെയും വസ്തുതകളുടെയും പരിശോധന നടന്നുവരികയാണ്. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഇങ്ങനെ സ്വരൂപിച്ച പണം സിനിമാ നിർമ്മാണത്തിന് ഉപയോഗിച്ചുവെന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. അതേസമയം എമ്പുരാൻ വിവാദത്തിന് പിന്നാലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾ പ്രതികാര നടപടിയാണെന്ന വിമർശനവും ശക്തമാണ്. ന്യൂസ് 18 കൊച്ചി. ജാംനഗറിൽ നിന്ന് ദ്വാരകയിലേക്കുള്ള ആത്മീയ പദയാത്ര പൂർത്തിയാക്കിയ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ അനന്ത് അംബാനി മാർച്ച് 29 തുടങ്ങിയ 140 കിലോമീറ്റർ യാത്രയാണ് ഇന്ന് പുലർച്ചെ ശ്രീ ദ്വാരകാധീശ് ക്ഷേത്രത്തിലെത്തിയത്. ആത്മീയതയിലേക്കുള്ള തന്റെ യാത്രയാണിതെന്നും ഭഗവാനും യാത്രയിൽ ഒപ്പം ചേർന്നവർക്കും നന്ദി പറയുന്നുവെന്നും അനന്ത് അംബാനി പറഞ്ഞു. അമ്മ അനീത അംബാനി, ഭാര്യ രാധിക മെർച്ചന്റ് എന്നിവരും ദ്വാരകയിലെത്തി. ഇനി കുട്ടി ക്രിക്കറ്റ് വിശേഷങ്ങൾ. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ഇന്ന് നേരിടും. ബാറ്റർമാരുടെ മോശം ഫോമാണ് സൺറൈസേഴ്സിന്റെ തലവേദന. 4 മത്സരങ്ങളിൽ 1 മാത്രമാണ് ഹൈദരാബാദ് ജയിച്ചത്. അതേസമയം കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 2ലും വിജയിച്ച ഗുജറാത്ത് തുടർച്ചയായ 3ാം ജയമാണ് ലക്ഷ്യമിടുന്നത്. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 6845 രൂപ, പവന് 54,760 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ, കിലോഗ്രാമിന് 1,02,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും.